തിരിച്ചറിവിലേക്കുള്ള യാത്രയാണെന്ന് വളരെ വൈകിയാണ് അറിഞ്ഞത്. സ്വവ്യക്തിത്വം തിരിച്ചറിയാതെ പോയതാണ് എന്റെ കൗമാരത്തിലെ ഏറ്റവും വലിയ വിട്ടിത്. പൊയ്മുഖങ്ങളെ വിശ്വസിച്ച് അവയെപ്പോലെ ആയിത്തീരുവാൻ ഞാൻ പരിശ്രമിച്ചു, അനുകരിക്കുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാവും ഏറെ ശരി. ഒന്നു മാത്രം പറയാം, ഗാന്ധിജിയാവാൻ ഗാന്ധിജിക്ക് മാത്രമേ ആവൂ, ചെഗുവേരയാകുവാൻ ചെഗുവേരയ്ക്ക്. അവരുടെ പിൻഗാമികളെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഖദറിട്ടും ജുബ്ബയിട്ട് നടക്കുന്ന ബുദ്ധിജീവികളെ അനുകരിക്കാതെ ആ മഹാത്മാക്കൾ തെളിച്ച സത്യത്തിന്റെയും ത്യാഗത്തിന്റെയും വിപ്ലവത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മെ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതം വെറും ചവിട്ടുനാടകം മാത്രം. തഴയപ്പെട്ടവർ, ചവിട്ടിത്തേക്കപ്പെട്ടവർ, എല്ലാവർക്കും എന്റെ കഥ ഒരു കൊച്ചു പാഠമാണ്. എന്നിലെ വ്യക്തിയെ തിരിച്ചറിഞ്ഞ് ഞാൻ ഏറെ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായി, ഭാഗഭാക്കായി, ഒടുവിൽ നിങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രി. പിന്നെ ഒരു കാര്യം, ഏത് സമയം വേണമെങ്കിലും ഞാൻ രാജിവെച്ച് കഴിഞ്ഞേക്കാം. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകുമാർ. കേരളത്തിന്റെ 22ാമത് മുഖ്യമന്ത്രിയായി ജോയ് കുരിശുമൂട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ന് രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗവർണർ രാംരാജ് ചൗരസ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അധികാരമേറ്റ 18-അംഗ മന്ത്രിസഭയിൽ കല്ലാറ കുഞ്ഞിക്കുട്ടൻ, ജോണിക്കുട്ടി ചെങ്ങന്നൂർ, SD വത്സകുമാർ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ